കേരളം ആരോഗ്യത്തിന്റെ രംഗത്തിൽ വളരെ മുന്നോട്ട് പോയിരിക്കുന്നു. പക്ഷെ എന്നാലും വെസ്റ്റേൺ ഹെമിസ്ഫിയർ പോലെ US, യൂറോപ്പ് എന്ന പോലെ തന്നെ ഇപ്പൊ നമ്മുടെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് വെച്ചാൽ ഒരാളിൽ നിന്ന് ഒരാളിലോട്ട് പകരാൻ പറ്റാത്ത കാര്യങ്ങൾ. ചിലപ്പോൾ ജെനറ്റിക്സ് ആയിരിക്കും, ചിലപ്പം അസുഖങ്ങൾ ലൈക്ക് കാർഡിയാക് പ്രോബ്ലംസ്, ഹാർട്ടിന്റെ അസുഖങ്ങൾ, ഹൃദ്രോഗങ്ങളുണ്ട്, പിന്നെ ക്യാൻസർ ഉണ്ട്, പിന്നെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഉണ്ട്, ആസ്മ, അങ്ങനത്തെ ചില രോഗങ്ങളുണ്ട്. ഹൈപ്പർ ടെൻഷൻ, BP ഇല്ലാത്ത ഒരു വീടുണ്ടോ, അത്, ഡയബറ്റിസ്, ഇങ്ങനത്തെ രോഗങ്ങളാണ് ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു പ്രധാന ഒരു രോഗമാണ് ക്യാൻസർ. അല്ലെങ്കിൽ ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറഞ്ഞ് മുഴുവനുമായിട്ട് എടുത്താൽ പോലും നമ്മൾ ഇതിന്റെ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്. സാധാരണ ഇത് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്നാണ് പറയുന്നത്. അതായത് 1, നമ്മൾ കഴിക്കുന്ന ആഹാരം, 2, നമ്മൾ എത്രത്തോളം എക്സസൈസ് ചെയ്യുന്നുണ്ട്, 3, റിസ്ക് എടുക്കുന്ന സ്വഭാവങ്ങൾ എന്തൊക്കെയുണ്ട്. ടൊബാക്കോ, പുകയില ഉണ്ടോ, വലിക്കുന്നുണ്ടോ, ചവയ്ക്കുന്ന പുകയില ഉപയോഗിക്കുന്നുണ്ടോ, ആൽക്കഹോൾ എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട്, ഈ കാര്യങ്ങളാണ്. ഇതാണ് 3 റിസ്ക് ഫാക്ടേഴ്സ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പുകയില ഉപയോഗത്തിനെ പറ്റിയാണ്. പുകയിലയുടെ ഉപയോഗം എന്ന് പറയുന്നത് 2 രീതിയിലാവാം. ഒന്ന് സ്മോക്കിംഗ്, ദാറ്റ് ഈസ് വലിക്കുന്ന പുകയില, അല്ലെങ്കിൽ ചവയ്ക്കുന്ന പുകയില. സാധാരണ നമ്മൾ പഠനങ്ങളിൽ കണ്ടിട്ടുള്ളത് ഒരു 10 വയസ്സിൽ തന്നെ കുട്ടികൾ സ്കൂളിൽ തുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ് കണ്ടുവരുന്നത്. അതിൻ്റെ ആ ഏജ് ഓഫ് ഇനീസിയേഷൻ എന്ന് പറയും, സ്മോക്കിങ്ങിലോട്ടുള്ള ഇനീസിയേഷൻ, അത് നമ്മൾ കൂട്ടിക്കൂട്ടി കൊണ്ടുവരാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്കൂൾ ലെവലിൽ പോലും ടൊബാക്കോ അവയർനെസ് ക്ലാസ്സസ് തുടങ്ങിയിട്ടുള്ളത്. സോ ദാറ്റ് കുട്ടികൾ ഈ എക്സ്പെരിമെന്റേഷൻ അത്രയും നേരത്തെ ചെയ്യാതെ കുറച്ചുകൂടെ അങ്ങോട്ട് വയസ്സ് പോയി കഴിഞ്ഞ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് സ്മോക്കിംഗ്. രണ്ടാമത് ഒരു കാര്യം നമ്മളിപ്പോൾ കണ്ടുവരുന്നത്, സ്മോക്കിംഗ് പൊതുവെ കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട്. നമുക്കിപ്പോൾ ബാൻ ഉണ്ട്, കോട്ട്പ ആക്ട് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് ഗവൺമെന്റ് റൂൾസും റെഗുലേഷൻസ് കാരണം കുറേ അധികം സ്മോക്കിംഗ് കുറഞ്ഞിട്ടുണ്ട് സൊസൈറ്റിയിൽ. പക്ഷേ ആൾക്കാർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പുകയില സ്മോക്ക് ചെയ്യുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ ചവയ്ക്കാം. അപ്പോൾ പുകയില ചവയ്ക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പൊ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഹാങ്സ് ഉണ്ടായിരുന്നു, ഗുഡ്ക ഉണ്ടായിരുന്നു, പാൻ ഉണ്ടായിരുന്നു, പാൻ മസാല ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. ഇതാവുമ്പോഴത്തേക്ക് ഒരു ഗുണം ഉള്ളത് ആൾക്കാർക്ക് ആർക്കും മനസ്സിലാവില്ല, വായിക്കകത്ത് ഇത് ഇരിക്കുന്നു എന്നുള്ള കാര്യം. പക്ഷെ അതിൽ നിന്നുള്ള ഹാം സ്മോക്കിങ്ങിനെക്കാളും കൂടുതലാണ്. എന്തുകൊണ്ട്? സ്മോക്കിങ്ങിൽ സിഗരറ്റിനകത്ത് ഒരു ഫിൽറ്റർ ഉണ്ട്, ഇതിനകത്ത് ആ ഫിൽറ്റർ പോലും ഇല്ല, നേരിട്ട് അത് അബ്സോർബ് ആയി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചൂയിങ് ടൊബാക്കോ ഇസ് നോട്ട് ആൻ ഓൾട്ടർനേറ്റീവ് ടു സ്മോക്കിംഗ് ടൊബാക്കോ. ടൊബാക്കോ നമ്മൾ ഇത്രയും അധികം അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്തെന്ന് വെച്ചാൽ ക്യാൻസറിന്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസ്ക് ഫാക്ടറാണ് ടൊബാക്കോ ചൂയിങ് ഓർ ടൊബാക്കോ സ്മോക്കിംഗ്. ഇതിൽ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, ടൊബാക്കോ അല്ലെങ്കിൽ പുകയില സ്മോക്ക് ചെയ്യുന്ന ആള് മാത്രമല്ല ഇതിൽ എഫക്റ്റ് ആവുന്നത്, ആ വീട്ടിൽ സ്മോക്ക് ചെയ്യുമ്പം കൂടെ ഇരിക്കുന്ന എല്ലാവർക്കും ഇതിന്റെ എഫക്റ്റ് വരും. ഇതിനെ നമ്മൾ സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം പഠനങ്ങൾ ഇപ്പൊ കാണിച്ചിട്ടുണ്ട്, സ്മോക്കർ ഉള്ള വീട്ടിലുള്ള സ്ത്രീകൾക്കോ കുട്ടികൾക്കോ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ റിസ്ക് ഫാക്ടർ ഡ്യൂ ടു സെക്കൻഡ് ഹാൻഡ് സ്മോക്കിങ്ങും വളരെയധികം ഉണ്ട് എന്നുള്ളതാണ്. ഈ ടൊബാക്കോ യൂസ് ചെയ്താൽ നമുക്ക് തലമുടി തൊട്ട് കാല് വരെ എല്ലാ ഭാഗങ്ങളിലും, ബോഡിയിലെ എല്ലാ ഭാഗങ്ങളും എഫക്റ്റ് ചെയ്യുന്ന ഒരു ദുശീലമാണ് സ്മോക്കിംഗ് അല്ലെങ്കിൽ ടൊബാക്കോ യൂസ് എന്ന് പറയുന്നത്. ഈ ക്യാൻസർ ഇത്രയും അധികം നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പം എല്ലാ വീടുകളിലും എല്ലാ ഫാമിലീസിലും ഒരു ക്യാൻസർ രോഗി ഉണ്ട്. എല്ലാവരും ആ ക്യാൻസറിന്റെ ആ ഒരു എന്താ പറയണ്ടേ, നരക ഒരു ട്രീറ്റ്മെന്റ്, കീമോതെറാപ്പി, അതിന്റെ സൈഡ് എഫക്ട്സ്, അതിന്റെ ആ ഒരു ആഹാരം കഴിക്കാൻ പറ്റാതെ വരുന്നത്, ലാസ്റ്റ് സ്റ്റേജസ്, പാലിയേറ്റീവ് കെയർ, ഇതെല്ലാം എല്ലാവരും അവരവരുടെ ഫാമിലിയിൽ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് സ്വസ്തി എന്നുള്ള ഒരു ഓർഗനൈസേഷൻ ഈ ക്യാൻസർ രോഗത്തെ എങ്ങനെ തടുക്കാം, എങ്ങനെ നമുക്ക് നേരത്തെ തന്നെ മനസ്സിലാക്കാം നമുക്കൊരു ക്യാൻസറിന്റെ എന്തെങ്കിലും ഒരു ലക്ഷണങ്ങൾ ഉണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ മാറ്റാം, ക്യാൻസർ വരാതിരിക്കുക, ഈ റിസ്ക് ഫാക്ടേഴ്സിനെ എങ്ങനെ കുറയ്ക്കാൻ പറ്റും, ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് സ്വസ്തി എന്ന ഓർഗനൈസേഷൻ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഇപ്പം 2-3 ഫേസ് കഴിഞ്ഞു. അതിന്റെ മെയിൻലി സ്ക്രീനിങ്, ക്യാൻസർ സ്ക്രീനിങ് ആയിരുന്നു ഞങ്ങളുടെ മെയിൻ ഫോക്കസ് ഉണ്ടായിരുന്നത്. ഇപ്പൊ അത് ഞങ്ങൾ പല സ്ട്രാറ്റ ഓഫ് സൊസൈറ്റി,
ആദ്യം കമ്മ്യൂണിറ്റി ആയിരുന്നെങ്കിൽ ഇപ്പൊ രക്ഷക രക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് ഫോഴ്സും ഫാമിലിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ പുകയിലയുടെ കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടത്, ഇപ്പൊ പുകയില എന്ന് പറയുന്നത് നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന ക്യാൻസർ, COPD അല്ലെങ്കിൽ ബ്രോങ്കിക്ടേസിസ്, ആസ്മ, പിന്നെ സ്ട്രോക്ക്, ഇങ്ങനത്തെ അസുഖങ്ങൾ മാത്രമല്ല ഇതിന്റെ കുഴപ്പം. യങ് ജനറേഷൻ, യങ് ആൾക്കാർക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, പുകയില ഉപയോഗം കൊണ്ട് ഒന്ന് അവരുടെ ലിപ്സിന്റെ കളർ മുഴുവനും പോവും, ആ പിങ്ക് കളറിൽ നിന്ന് മാറി ഡാർക്ക് കളറാവും. രണ്ടാമത് ബ്രെത്തിൽ ബാഡ് ബ്രെത്ത് വരും, ദാറ്റ് ഈസ് കോൾഡ് ഹാലിറ്റോസിസ്. ബാഡ് ബ്രെത്ത് വരാൻ സാധ്യതയുണ്ട്, നാറും, ബ്രെത്ത് നാറും. മൂന്നാമത് ഹെയർ തൊട്ട് തുടങ്ങുകയാണെങ്കിൽ ഗ്രേയിങ് ഓഫ് ഹെയർ, പെട്ടെന്ന് നരയ്ക്കും മുടി, പെട്ടെന്ന് മുടി കൊഴിയുകയും ചെയ്യും. ഈ രണ്ട് കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. ഏജിങ് പെട്ടെന്നുണ്ടാവുന്ന സാധ്യതയുണ്ട്, റിങ്ക്ലിംഗ് ഉണ്ടാവും, സ്കിന്നിന്റെ ടെക്സ്ചറൊക്കെ മാറാൻ സാധ്യതയുണ്ട്. പിന്നെ പൊതുവെ യങ് പീപ്പിൾ നേരത്തെ പഠനങ്ങളിൽ കണ്ടിട്ടുള്ളത് അത് കാരണം അപ്പറ്റൈറ്റ് പോവും, അപ്പറ്റൈറ്റ് ഇല്ല, വിശപ്പില്ല, ഇത് കാരണം വിശപ്പുണ്ടാവില്ല, അപ്പൊ അസിഡിറ്റി കൂടാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് യങ് പീപ്പിൾ അറിയേണ്ടത്. എപ്പോഴും നമ്മൾ ലങ് ക്യാൻസർ അല്ലെങ്കിൽ കാർഡിയാക് ഇൽനസ്, ഹാർട്ട് ഡിസീസസ് എന്ന് മാത്രമേ പറയാറുള്ളൂ. അപ്പൊ യങ് ആൾക്കാർ വിചാരിക്കും ഇതൊന്നും ഞങ്ങൾക്ക് വരുന്ന കാര്യങ്ങളല്ല, ഇതൊക്കെ 19 വയസ്സാകുമ്പോഴേ വരുള്ളൂ. പക്ഷെ മറ്റു കാര്യങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ വീട്ടിൽ തന്നെ പല ആൾക്കാർക്കും ഈ പുകയില ഉപയോഗത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അത് ഹൈലി അഡിക്റ്റീവ് ആണ്. ഒരു പ്രാവശ്യം ഉപയോഗിക്കുന്ന ആള് അതിൽ നിന്ന് ഒന്ന് മാറിക്കിട്ടാൻ വളരെ വളരെ പ്രയത്നിക്കേണ്ടി വരുന്നു. അത് ഒരു ജോക്ക് വരെയുണ്ട്. ഇഷ്ടം പോലെ പ്രാവശ്യം ട്രൈ ചെയ്ത് സെസേഷൻ, ടൊബാക്കോയിൽ നിന്ന് ക്വിറ്റ് ചെയ്യാൻ ട്രൈ ചെയ്ത കുറേ പ്രാവശ്യം. അത് വളരെ ഈസി ആണല്ലോ, ഞാൻ ഇത് ഇപ്പൊ തന്നെ 100 പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതിൽ തന്നെ മനസ്സിലാവുന്നുണ്ട് എത്രത്തോളം സ്ട്രോങ് അഡിക്ഷൻ ആണെന്ന്. നമ്മൾ അതിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് ചിലപ്പോൾ 1 മാസം 2 മാസം വരെ മുന്നോട്ട് പോയിന്ന് വരും. പക്ഷെ അടുത്ത ഒരു ഒക്കേഷനിൽ ഒരു ഫ്രണ്ട് ഒരു സിഗരറ്റ് നീട്ടുമ്പോഴോ അല്ലെങ്കിൽ ഒരു പുകയിലയുടെ ഉൽപ്പന്നം കയ്യിൽ തരുമ്പം അറിയാതെ അങ്ങ് എടുത്തു പോവും. ആ ഒരു ക്വിറ്റ് ചെയ്ത് ബ്രേക്ക് വരും. അപ്പൊ ക്വിറ്റിംഗ് ഇസ് വെരി വെരി ഡിഫിക്കൾട്ട്. പക്ഷെ ക്വിറ്റിംഗ് പറ്റില്ല എന്നുള്ളതല്ല പറയുന്നത്. നമ്മുടെ പഠനങ്ങളിലും കണ്ടിട്ടുള്ളത് ഓൾമോസ്റ്റ് 80 to 90% പുകയില ക്വിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യാൻ സാധിക്കുന്നത് വെറും കൗൺസിലിങ്ങും ഫാമിലിയുടെ ഒരു സപ്പോർട്ട് മാത്രം ആവശ്യമുള്ളൂ. ഒരു 10% ആൾക്കാർ മാത്രമേ ഉള്ളൂ വളരെ അധികം അഡിക്റ്റഡ് ആണ്. അവർ ചെയിൻ സ്മോക്കേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ അവർക്ക് എപ്പോഴും ആ ടൊബാക്കോ ഉള്ളിൽ പൊക്കോണ്ടിരിക്കണം. ഒന്നെങ്കിൽ ചൂയിങ് അല്ലെങ്കിൽ സ്മോക്കിംഗ്, ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കണം കണ്ടിന്യൂസ് ബേസിസിൽ. അങ്ങനെ ഒരു 10% ആൾക്കാർ മാത്രമേ ഉള്ളൂ. ബാക്കി ഉള്ള 80 തൊട്ട് 90% ആൾക്കാർക്കും സ്വന്തമായിട്ട് തന്നെ ഒരു തീരുമാനമെടുത്ത് അവർക്ക് ക്വിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് ചെറിയ ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഒരാള് ഇപ്പം നേരത്തെ ഒരു പാക്കറ്റ് സിഗരറ്റ് ആണ് വാങ്ങിക്കുമായിരുന്നെങ്കിൽ ഇനി ഒറ്റ സിഗരറ്റ് ആയിട്ട് വാങ്ങിച്ചാൽ മതി, പീസായിട്ട് മേടിച്ചാൽ മതി, ഒരു ഫുൾ പാക്കറ്റ് മേടിക്കേണ്ട. വീട്ടിനകത്ത് ലൈറ്റേഴ്സും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ആദ്യം എടുത്ത് കളയുക. അതൊന്നും വീട്ടിനകത്ത് അവൈലബിൾ ആക്കി വെക്കരുത്. സിഗരറ്റ് വെക്കുന്ന സ്ഥലവും അടുക്കളയിലായിരിക്കണം തീപ്പെട്ടി. അപ്പൊ സിഗരറ്റ് വലിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ തന്നെ എണീറ്റ് പോയി അവിടുന്ന് വേറൊരു സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ വേറൊരു റൂമിൽ നിന്ന് തീപ്പെട്ടി കൊണ്ടുവന്ന് കൊളുത്തിയാലേ പറ്റുള്ളൂ. ചിലപ്പം അതിന് ആ സമയത്ത് നമുക്ക് അപ്പൊ നമ്മൾ വിചാരിക്കും ഓക്കെ കുറച്ച് കഴിഞ്ഞിട്ട് സ്മോക്ക് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. അങ്ങനത്തെ ഒരു സിഗരറ്റ് തന്നെ ചില ആൾക്കാർ ചില പഠനങ്ങളിൽ പറയുന്ന രീതികളാണ് മുറിച്ചു വെക്കും, ഹാഫായിട്ട് മുറിച്ചു വെക്കാറുണ്ട്. അപ്പോൾ ഒരു സമയത്ത് പകുതി മാത്രമേ വലിക്കുള്ളൂ. ഇതൊക്കെ ചില ചെറിയ ടിപ്സ് പറഞ്ഞിരിക്കുന്നതാണ്, സെസേഷൻ അല്ലെങ്കിൽ ക്വിറ്റിങ്ങിന് വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ്. പിന്നെ ആ സമയത്ത് നമുക്ക് ആ സ്മോക്ക് ചെയ്യണം എന്ന് തോന്നുന്ന സമയത്ത് ഒന്നെങ്കിൽ ഒരു ഡ്രൈവിന് പോവുക, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനെ വിളിക്കുക, അല്ലെങ്കിൽ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ഒരു പ്രോഗ്രാം കാണുക, ബുക്ക് എടുത്ത് വായിക്കുക, പേപ്പർ വായിക്കുക, എന്തെങ്കിലും, അല്ലെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ കൂടെ കളിക്കാൻ പോവുക, അല്ലെങ്കിൽ ഏതെങ്കിലും സ്പോർട്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ജിമ്മിൽ പോകുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി അങ്ങ് സമയം മാറ്റുക, ഡിസ്ട്രാക്ട് ചെയ്യുക. ആ തോന്നുന്ന സമയങ്ങളെല്ലാം ഡിസ്ട്രാക്ട് ചെയ്യുക. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ടിപ്സ് ആയിട്ട് പറയാനുള്ളത്. പുകയില എത്ര കാലമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഒരു സിഗരറ്റ് ആയിരുന്നാൽ പോലും അത് ബോഡിക്ക് ഹാനികരം തന്നെയാണ്. ഒരു പഫ് പോലും ഹാനികരമാണ് എന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ പുതിയ പഠനങ്ങളിൽ കണ്ടിരിക്കുന്നത് തേർഡ് ഹാൻഡ് സ്മോക്ക് എന്ന് പറഞ്ഞ ഒരു പുതിയ ടേമാണ്. നേരത്തെ ഞാൻ പറഞ്ഞു നേരിട്ട് സ്മോക്ക് ചെയ്യുന്ന ആൾക്കുള്ള പ്രോബ്ലം, രണ്ടാമത് കൂടെ
അടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് ഈ സ്മോക്കിൽ നിന്ന് വരുന്ന പുകയിലയിൽ നിന്ന് വരുന്ന സ്മോക്കിൽ നിന്ന് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. മൂന്നാമത് ഒരു തേർഡ് ഹാൻഡ് സ്മോക്ക് എന്ന് പറയുന്നത്, ഒരാള് സ്മോക്ക് ചെയ്തിട്ട് ഒരു മുറിയിൽ നിന്ന് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ വേറൊരാള് ആ മുറിയിലോട്ട് വരികയാണെങ്കിൽ ആ സ്മോക്ക് അന്തരീക്ഷത്തിലുണ്ട്. ആ അന്തരീക്ഷത്തിലുള്ള ആ സ്മോക്കിൽ നിന്ന് പോലും അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഒരു പുതിയ രീതി തുടങ്ങിയിട്ടുണ്ട്, ഇ സിഗരറ്റ്, ഇലക്ട്രോണിക് ആയിട്ടുള്ള സിഗരറ്റ്. പുതിയ പഠനങ്ങൾ കാണിക്കുന്നു ഇലക്ട്രോണിക് സിഗരറ്റും ആരോഗ്യത്തിന് ഹാനികരം തന്നെയാണ് എന്നുള്ളതാണ് പുതിയ പഠനങ്ങളും കാണിക്കുന്നത്. അപ്പൊ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ടത്, പുകയില ഉപയോഗം എത്ര കുറവാണെങ്കിലും ഏത് രീതിയിലായിരുന്നെങ്കിലും അത് എത്ര നാൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാലും അത് ആരോഗ്യത്തിന് ഹാനികരം തന്നെയാണ്. ഇതാണ് നമ്മുടെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, കേരളത്തിൽ ഉണ്ടാവുന്ന നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന്റെ ഏറ്റവും അധികം റിസ്ക് കൊണ്ടുവരുന്ന ഒരു ശീലം. പക്ഷേ പുകയില ഉപയോഗിക്കുന്നവര് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ക്വിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് വേണ്ടത് 1 സ്വന്തം ഡിറ്റർമിനേഷൻ, 2 ഫാമിലിയുടെ ഒരു ഹെൽപ്പ്. അതിന് അപ്പുറം ഒരു ഡോക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ റീജിയണൽ ക്യാൻസർ സെന്ററിൽ തന്നെ ഇത് ക്വിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സെന്റർ ഉണ്ട്. അവിടുത്തെ ഡോക്ടേഴ്സ് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും പുകയില ശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ക്വിറ്റ് ചെയ്യാൻ എല്ലാ സപ്പോർട്ടും ഇവിടെ ഉണ്ട്.